ഹായ് മൈ ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ്, മൈ നെയിം ഇസ് റീമ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് OG യൂട്യൂബേഴ്സിൻ്റെ ഒരു പഴയ ടൈപ്പ് വീഡിയോ ആയിട്ടാണ്. മന്ത്ലി എംറ്റീസ് ഇപ്പോഴും ചില യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കൂടുതൽ ട്രെൻഡ് ആയത്. നമ്മൾ മന്ത്ലി എന്തൊക്കെയാണ് യൂസ് ചെയ്ത് തീർത്തത് അതാണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടതുണ്ടാവും, ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും. നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ 4 സെക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത്. അതായത് സ്കിൻ കെയർ, മേക്കപ്പ്, ഹെയർ കെയർ, ബോഡി കെയർ. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിലതൊക്കെ ഇനി റീപർച്ചേസ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ കാണാം. ഫസ്റ്റ് തിങ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇത് ലോറിയലിന്റെ ഹൈഡ്രാ ജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലോ വാട്ടർ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരുമാതിരി നമ്മുടെ പോൺസിന്റെ ലൈറ്റ് വെയ്റ്റിന്റെ ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അതുപോലാണ് ഈ സാധനം. നമുക്ക് സമ്മർ ടൈമിൽ ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ ഇതാണെങ്കിൽ നല്ല കൂളിംഗ് എഫക്റ്റും കിട്ടും. അലോവേര ഉള്ളത് കൊണ്ട് തന്നെ കൂളിംഗ് എഫക്റ്റും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു മോയ്സ്ചറൈസിങ്ങുമാണ് കേട്ടോ. നൈറ്റും ഞാനിത് യൂസ് ചെയ്യുമായിരുന്നു. നൈറ്റ് നമ്മൾ നന്നായിട്ട് തിക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോഴത്തേക്കും നല്ല പ്ലംബി ആയിട്ടിരിക്കും. പിന്നെ ഒരേ ഒരു കാര്യം, ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ദുബായിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. ചേച്ചി ദുബായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് കൊണ്ടുവരാറുണ്ട്. അതിൽ ഞാൻ വീണ്ടും അവളോട് പറഞ്ഞു വിടുന്ന കുറച്ച് ഐറ്റംസിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പൊ അതിന് നമുക്ക് 10ൽ നമുക്കൊരു 9 കൊടുക്കാം കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമാണ്, എനിക്ക് സൂട്ട് ആവുന്നതുമാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്റെ ചേച്ചിക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, ഏത് സ്കിൻ ടൈപ്പിനും ചേരുന്ന ടൈപ്പ് ഒരു കോളജൻ ഫേസ് സിറം ആണ് കേട്ടോ ഇത്. ഇത് ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ എനിക്കിത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് ഫേസ് ഷോപ്പിന്റെ കോളജൻ ഫേസ് സിറം ആണ്. ഇതിൽ വരുന്നത് പൊമോഗ്രാനൈറ്റ് ആൻഡ് കോളജൻ ആണ്. ഇത് വോളിയം ലിഫ്റ്റ് സിറം ആണ് വരുന്നത്. പ്ലംസ് ആൻഡ് ഇംപ്രൂവ്സ് ഫേംനെസ്. ശരിക്കും അത് സത്യം തന്നെയാണ്. പ്ലംബ് ചെയ്യും നല്ലതായിട്ട്, നമ്മുടെ ഫേസ് നല്ല പ്ലംബി ആയിട്ടിരിക്കും നെക്സ്റ്റ് ഡേ ഇത് യൂസ് ചെയ്തതിന്റെ. ഇതിപ്പോൾ ഞങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്യുന്നതാണെന്ന് പറയാം. നമ്മളിങ്ങനെ ഓഫർ വരുന്ന സമയം നോക്കിയിരുന്നിട്ട് ഇതുപോലത്തെ വലിയ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് യൂസ് ചെയ്ത എല്ലാവർക്കും ഇഷ്ടമാകും. 10 out of 10 ആണ് കേട്ടോ ഇതിന് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ ഐ വുഡ് ഡെഫിനറ്റ്ലി റീപർച്ചേസ് ഇറ്റ്. നെക്സ്റ്റ്, നമ്മുടെ ടോണി മോളിയുടെ വണ്ടർ സെറമൈഡ് മോച്ചി ടോണർ ആണ് കേട്ടോ ഇത്. ഇതിനകത്ത് കാണിക്കാൻ പോലും ഇല്ല, അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഒരു തുള്ളി പോലും ഇല്ല. ഇത് മിൽക്ക് ടോണർ ആണ്. നിങ്ങൾക്കിപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഹെവി ആയിട്ടും തിക്കായിട്ടും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്, അതായത് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വണ്ടർ മോച്ചി ടോണർ. നമുക്ക് ഏതൊരു ബ്രാൻഡിന്റെ ആണെങ്കിലും മിൽക്ക് ടോണർ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു 9.5 ആയിരിക്കും കേട്ടോ, ഔട്ട് ഓഫ് 10ൽ ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഞാൻ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും, കാര്യം അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ടോണറാണ് കേട്ടോ. നമ്മുടെ നൈക്കയിലത്തെ ഹോൾ വീഡിയോയിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ സിറം ലാസ്റ്റ് മന്ത് അതിന് മുന്നേ മേടിച്ചത് തീർന്നിരുന്നു. അപ്പൊ ആ ബോട്ടിലാണ് കേട്ടോ ഇത്. ഇതിനകത്തും ഒന്നുമേ ഇല്ല കേട്ടോ. പക്ഷെ ഇതിന് ആകെയുള്ളൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു പമ്പറാണ് കേട്ടോ. ഇത് വർക്ക് ആവത്തേ ഇല്ല. നമുക്ക് എപ്പോഴും ഇത് കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. പാക്കേജിങ് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ ഇത് നന്നായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ടെക്സ്ചറും സിറവുമാണ്. ഇതിന് ഞാൻ കൊടുക്കുന്ന 8.5 ആണ്, കാരണം അതിന്റെ ആ ഒരു പാക്കേജിങ്ങിന്റെ ഡിഫോൾട്ടും ഉണ്ട്. പിന്നെ നെക്സ്റ്റ്, ഈ സാധനം ഇപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിട്ട് കുറച്ചേറെ വർഷങ്ങളായെന്ന് തോന്നുന്നു, പക്ഷെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് നല്ല എക്സ്പയറി ഡേറ്റും ഉണ്ടായിരുന്നു, 3 വർഷം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. സാധനം ഞാൻ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ നമുക്ക് ഫേസ് ഒന്ന് ഡള്ളായെന്ന് തോന്നുമ്പോഴോ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഇനിസ്ഫ്രയുടെ വൈൻ ഹീലിംഗ് ജെല്ലി സോഫ്റ്റ്നർ. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. പക്ഷേ അവരിത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് മാത്രമാണ് എനിക്കൊരു സങ്കടം. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നല്ലൊരു സെന്റ് ആണ് കേട്ടോ, ലൈറ്റ് സ്മെല്ലാണ്. പക്ഷെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ചില ഗ്രേപ്സിന്റെ ഒക്കെ ഒരു ക്യാൻഡി കഴിക്കുമ്പോൾ നമുക്കൊരു മണം കിട്ടില്ലേ, ആ ഒരു നോട്ടാണ് കേട്ടോ ഇതിന്റെ സെന്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, ലൈറ്റ് സെന്റും ആണ്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ടുവാണെങ്കിലും പറഞ്ഞു, അവരും ചോദിച്ചു ഇത് എന്താ സംഭവം. ഇത് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ മസാജ് ചെയ്ത് വെച്ചിട്ട്, നമ്മുടെ ഡ്രൈ സ്കിന്നിൽ കേട്ടോ മസാജ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഡെഡ് സ്കിൻസ് എല്ലാം കൂടി ഇങ്ങനെ പൊങ്ങി വരും. അത് നമ്മൾ പിന്നെ വാഷ് ചെയ്ത് കളയാം, വാം വാട്ടറിലും കളയാം, വേണമെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്തും കളയാം. അത് കഴിയുമ്പോഴത്തേന് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും, റെഡി ക്യാൻവാസ് ആയിട്ടിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്, പാച്ച് ആവത്തില്ല, ഒന്നും ചെയ്യത്തില്ല. 10 out of 10 ആണ് കേട്ടോ. അതിൽ കുറഞ്ഞ ഒന്നും ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ പണ്ട് മുതൽ സ്കൂൾ ടൈം മുതൽ എൻ്റെ മമ്മിയൊക്കെ എനിക്ക് മേടിച്ചു തരുന്ന ഒരു സാധനമായിരുന്നു ഇത്. മമ്മിയുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ്, ആളുടെ മോൾക്കും ഇത് തന്നെ മേടിച്ചിട്ട്. വൈറ്റമിൻ ഇ ആൻഡ് അലോവേര ഉള്ള ഫേസ് ക്രീം ആണ് കേട്ടോ ഇത്. ഇവിയോൺ ക്രീം. ആമസോണിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു.
ഫാർമസിയിലാണ് കേട്ടോ ഇത് കിട്ടാറ്. ഇത് ഫാർമസി തന്നെ പോയി മേടിക്കുക, ഒറിജിനൽ വേണമെങ്കിൽ. ഇതിൻ്റെ ഒരുപാട് ഡ്യൂബ്സ് ഇറങ്ങാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കാണെങ്കിലും സ്കിന്നൊന്ന് ഡള്ളായി അല്ലെങ്കിൽ നമുക്ക് സ്കിന്ന് ബ്രീത്ത് ചെയ്യണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ നമ്മൾ ഹെവി ആയിട്ട് ഒന്നും ചെയ്യാറില്ലല്ലോ, സ്കിൻ കെയറിൻ്റെ ആ ഒരു സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിൽ നമുക്ക് വെറുതെ ഇത് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റും എല്ലാവരും കേട്ടിട്ടുള്ള വൈറൽ ഒരു പ്രോഡക്റ്റ് ആണ്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതും ഞാൻ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഓർഡിനറിയുടെ AHA/BHA പീലിംഗ് സൊല്യൂഷൻ. ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്കിൻ ബേണിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷെ പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ പിന്നെ തൊട്ട് എനിക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ആദ്യത്തെ യൂസിന് നമുക്ക് എന്തായാലും ചെറിയൊരു സ്കിൻ ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും, ഒരു റെഡ്നെസ് ഒക്കെ ഉണ്ടാവും, അത് നോർമലാണ്. ഒരുപാട് സ്റ്റിങ്ങി ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ്സ് കൂടുതൽ നമ്മളിത് വെക്കാൻ പാടില്ല. ഇതൊരു കെമിക്കൽ പീലാണ്. ചിലർ കുറേ നേരം വെക്കുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ എക്സ്ഫോളിയൻസിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാനേ പാടില്ല. ഞാൻ അതുപോലെ തന്നെ റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. 10 out of 10 ഇതിന് ഞാൻ കൊടുക്കും. നെക്സ്റ്റ്, ഒരുപാട് ഹൈപ്പ് കേട്ടിട്ട് ഞാൻ മേടിച്ച ഒരു ബ്രാൻഡാണ് കേട്ടോ, സെന്റല്ലയുടെ ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംപ്യൂൾ. ദിസ് ഈസ് മെയ്ഡ് വിത്ത് പ്യുവർ സെന്റല്ല. അപ്പോൾ ഈ സാധനം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കേഷ് പ്രൊഡക്റ്റ് ആയിട്ടായിരുന്നു ഇത് വർക്ക് ചെയ്തത്. ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് മാത്രം ഇത് സ്കിന്നിന് വലിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നേരം നമ്മൾ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വരുന്നൊരു ഗ്ലോ ഉണ്ടാവുമല്ലോ, അതേ എനിക്കിത് കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് കൊണ്ടായിരിക്കാം. ഇതിന് നമുക്കൊരു 7.5 കൊടുക്കാം. പിന്നെ നെക്സ്റ്റ്, ഞാൻ നൈക്ക ഹോളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എപ്പോഴും ഞാനിങ്ങനെ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു നോസിൻ്റെ ഏരിയയും പിന്നെ ഈ ഒരു ചിന്നിൻ്റെ ഏരിയയും മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ഞാൻ 8.5 കൊടുക്കും. മിനിമലിസ്റ്റിൻ്റെ ബെസ്റ്റ് ഒരു ഓപ്ഷനുമാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ഫേസ് വാഷ് ആണ്. ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിപ്പം ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ്, എത്ര വർഷമായിട്ട് ഇത് റീപർച്ചേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എത്ര ബോട്ടിൽസ് ഞങ്ങൾ മേടിച്ചു കൂട്ടിയേക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. വേറെ ഏതൊക്കെ കൂടിയ നമ്മൾ ഫേസ് വാഷസ് യൂസ് ചെയ്താലും, എക്സ്പെൻസീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്താലും എനിക്ക് ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. കാരണം ഫുൾ മേക്കപ്പ് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സ്ക്വീക്കി ക്ലീൻ എന്ന് പറയത്തില്ല, അങ്ങനെ തോന്നത്തില്ല ഇതെനിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ. ഇതതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇത് 10 out of 10 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഹെയർ കെയറിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെയർ ഫോൾ കൺട്രോൾ ആയോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്കിത് ഹാർഷ് കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാംപൂ ആണ്. ഒരുപാട് മോയ്സ്ചറൈസിങ്ങും അല്ല, കുറച്ച് ഡ്രൈ ആക്കും ഹെയർ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 8.5 ഇതിന് കൊടുക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു വിട്ട് വീണ്ടും റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അവൾ വരുമ്പോഴാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് കുറേ നാൾ നിന്നോളും. എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നപ്പോഴും അവനോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനെയും കൊണ്ടും ചേച്ചിയും കൊണ്ടും ഒക്കെ റീപർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് സ്കിൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കെരാറ്റിൻ്റെ ഒരു സിറമാണ് കേട്ടോ, ഹെയർ സിറമാണ്. ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നല്ല തിക്ക് സിറമാണ്, പക്ഷെ അത്രയും നമ്മുടെ ഹെയർ സ്റ്റിക്കി ആക്കത്തുമില്ല. ഞാൻ 9.5 out of 10 കൊടുക്കും. അപ്പം ഇതും ഫുള്ളി തീർന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ സിട്രിക് സ്മെൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ടും ഞാൻ റീപർച്ചേസ് ചെയ്യും. അതിൻ്റെ സിട്രിക് സെന്റ് ആണ് വരുന്നത്, പിങ്ക് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു സെന്റ് വരുന്നത്. പക്ഷേ നല്ലൊരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ് ഇത്. ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടീഷണർ ആണോ എന്ന് ചോദിച്ചാൽ കണ്ടീഷണറിന്റെ ടെക്സ്ചർ ആണ്, പക്ഷെ ഇതൊരു ഹെയർ മാസ്ക് ആണ്. ഇതെങ്ങനെ എനിക്ക് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല. കുന്തൽ എന്നാണോ അറിയില്ല. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ, ബോട്ടർ ആണ്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഹണി ആൻഡ് മാക്കഡാമിയ ഹൈഡ്രോ ഇൻറ്റൻസീവ് പ്രോട്ടീൻ പ്രീമിയം ഹെയർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ സാധനം വലിയൊരു പേരാണ്. എനിക്ക് ഹെയർ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഇത് തേച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് ഹെയർ കിടക്കും കേട്ടോ. അപ്പോൾ ഈ സാധനവും തീർന്നിരിക്കുകയാണ്. ഐ വുഡ് ഡെഫിനറ്റ്ലി റീപർച്ചേസ് ഇറ്റ്. ഇതിന് ഒരു 9.5 ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നൈക്കയിൽ വീണ്ടും കണ്ടിട്ടുണ്ട്. ഞാൻ റീസ്റ്റോക്ക് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ടീ ട്രീ ആൻഡ് റോസ്മെരി സ്കാൽപ് സിറം. ഈ സ്കാൽപ് സിറം ഇല്ലാതെ ഇപ്പം എനിക്ക് പറ്റാത്ത പോലെയാണ്. കാര്യം ഡാൻഡ്രഫ് എന്തായാലും നമുക്കൊരു 3 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ സാധനം യൂസ് ചെയ്ത ഒരു 2 ദിവസം കൂടി നമുക്ക് ഡാൻഡ്രഫ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഐ വുഡ് ഡെഫിനറ്റ്ലി ബൈ ദിസ്. ഞാൻ കൊടുക്കുന്നത് ഒരു 9.5 ആയിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡി വൈൽഡിന്റെ ഇതൊരു ചെറിയ ബോട്ടിൽ ഞാൻ മേടിച്ച് നോക്കിയതാണ് കേട്ടോ.
എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ട് ഇൻഡിവൈൽഡിന്റെ ചാമ്പി ഹെയർ ഓയിൽ ആണ് കേട്ടോ. ഇതിൽ പറയുന്ന പോലെ തന്നെ സത്യമായിട്ടും നമ്മൾ ഇത് ഒരു വട്ടം യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ അതിന്റെ വലിയ ബോട്ടിൽ മേടിച്ചിരിക്കും. നമുക്കൊരു എന്ത് പറയുന്നറിയോ, സെൽഫ് കെയർ ഡേ ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ ആണ്. ഇനി ഒരു വലിയ ബോട്ടിലായിരിക്കും ഞാൻ മേടിക്കുന്നത് തന്നെ. എന്തായാലും ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടവർക്ക് ഇതൊരു ചെറിയ ബോട്ടിൽ ആദ്യം മേടിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ബിഗ് ബോട്ടിലേക്ക് മാറാം. ഇതും 10 out of 10 ആയിരിക്കും കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇനി ബോഡി കെയറിലേക്ക് പോകാം. ബോഡി കെയറിൽ അധികം ഐറ്റംസ് ഇല്ല, എങ്കിലും ഞാൻ കേട്ടോ കാണിച്ചു തരാമേ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡിന്റെ ബോഡി വാഷ് ആണ്. ഈ സെൻ എന്നുള്ള ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു, UAE ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു. ഓയിൽ, ജെല്ലി ആൻഡ് വൈറ്റമിൻ ഇ റേഞ്ചിലുള്ള ബോഡി വാഷ് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. അതിന്റെ വേറേതൊക്കെ ഞാൻ മേടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ എനിക്കിഷ്ടം ഗോഡ് മിൽക്കിന്റെ ആണ് ഇവരുടെ തന്നെ. ഇത് നമുക്ക് ലുലുവിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ആ സമയത്ത് ലുലുവിൽ ഇഷ്ടം പോലെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഞാനിത് മേടിച്ചതും. എപ്പോഴും ഓഫേഴ്സും ഉണ്ടാവും. അപ്പൊ ഇതിന് ഞാൻ കൊടുക്കുന്നത് 9.5 ആണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും മേടിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ കുറെ നാളായിരുന്നു എംകഫിന്റെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട്. പണ്ടൊക്കെ നമ്മൾ മേടിക്കുമായിരുന്നു, അവരാണല്ലോ കോഫിയുടെ ഒരു മെയിൻ ആയിട്ട് ഇറക്കിയതും ഒക്കെ. ആ സമയത്ത് ട്രെൻഡ് ആയിരുന്ന സമയത്ത് ഞാൻ മേടിച്ചിരുന്നു. പിന്നെ ബോഡി ഓയിലൊക്കെ നമ്മൾ മേടിച്ചിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയിരുന്നു. നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, അപ്പോൾ അതൊക്കെ വിട്ടുപോയി. അപ്പോൾ എംകഫിന്റെ ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു നോക്കിയതാണ്. 10% AHA ആൻഡ് ഗ്രീൻ ടീ ബോഡി സ്ക്രബ്. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് പ്ലസ് ലാക്റ്റിക് ആസിഡ് ആണ് വരുന്നത്. ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക്, പിന്നെ ചെറിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാനായിട്ട് ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ടാൻ അടിച്ചാലും ഇത് പെട്ടെന്നൊരു നമുക്കൊരു ചേഞ്ച് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടമായി ഈ ഒരെണ്ണം. ഇത് ഫിസിക്കൽ സ്ക്രബാണ്, അപ്പോൾ അത് പ്രശ്നമുള്ളവർ യൂസ് ചെയ്യരുത്. ചെറിയ ഗ്രാനുവൽസ് ആണ് ഉള്ളതെങ്കിലും എനിക്ക് ചില സമയത്ത് നമ്മുടെ ഒരു ഫിസിക്കൽ സ്ക്രബ് തന്നെ വേണം ബോഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതിന് ഞാൻ ഒരു 9.5 തന്നെ കൊടുക്കും out of 10. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോംബോയ്ക്കകത്ത് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ, കിംറിക്കയുടെ ഈ ഒരു ഷവർ ജെല്ല്. ഇതും പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ സെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ല കേട്ടോ. ഒരു പ്രത്യേകതരം എന്താ പറയുക, നമുക്ക് കുറച്ചൊരു മിന്റിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. ഇതിൽ ലാവൻഡർ ആണ് ഇതിന്റെ സെന്റ് വരുന്നത്, പക്ഷെ എനിക്ക് ഇതിന്റെ സെന്റ് എന്തോ ഒരു ഇഷ്ടമാണ്. നമുക്കൊരു സ്പാ ഫീൽ കിട്ടും. അതാണ് കേട്ടോ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫീൽ ഗുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിന് ഞാനൊരു 8.5 കൊടുക്കും. ഇത് വീണ്ടും മേടിക്കണമെങ്കിൽ ഇതിന്റെ ഒരു കോംബോ ഫുൾ ആയിട്ട് മേടിക്കണം. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബൈ ഇറ്റ്. ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഗൈസ്. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. നമ്മുടെ ലോറിയൽ ഇൻഫാലിബിളിന്റെ 24 hour ടിൻറ്റഡ് സീറം ആണ്. നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതൊരു സ്കിൻ കെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുമല്ല പെട്ടെന്ന് ബ്ലെൻഡ് ആയിക്കോളും. ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു സിറം പോലെ തന്നെയാണ് ഇതിന്റെ ആപ്ലിക്കേറ്ററും വരുന്നത് കണ്ടോ. ഇങ്ങനെ ഡ്രോപ്പറാണ് വരുന്നത്. ആ ഡ്രോപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. അധികം മേക്കപ്പ് വേണ്ടാത്ത ഇപ്പോൾ ഒരു മൂവി നൈറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കിന്നിന് ബ്രീത്ത് ചെയ്യണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് 10 out of 10 ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ലിപ് ബാം ആണ്. ഇത് PH ലിപ് ബാം ആണ്. ഇതിനകത്താണെങ്കിൽ ഹാർഷ് കെമിക്കൽസ് കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു ബ്രാൻഡ് ഞാൻ നേരത്തെ കേട്ടിട്ടുമില്ലായിരുന്നു. ജസ്റ്റ് ഇതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ മേടിച്ചാട്ടോ. ഇത് ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ് കേട്ടോ. മൂഡ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഡ് വരുന്നത് 01 സ്ട്രോബെറി കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതും എന്തായാലും ഞാൻ പിന്നെ മേടിക്കുന്നതായിരിക്കും, കാരണം അത്രയ്ക്ക് നല്ലതാണ്. ഇതിന് ഞാൻ 9 കൊടുക്കാം. ഇവിടെ നൈക്ക ഹോൾ കാണിച്ചപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു എസൻസിന്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ് ഇഷ്ടമെന്ന്. അപ്പൊ ഇതായിരുന്നു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തത് ഈ ബോട്ടിൽ ഒരുമാതിരി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ചെറുതാണ്, അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് ചെറുതാണെങ്കിലും ഇതാണ് കേട്ടോ ബെസ്റ്റ് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് എന്ന് ഞാൻ പറയാം. കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ ലൈൻസ് ഉണ്ട് എൻ്റെ ലിപ്സിൽ. അപ്പം എപ്പോഴും ഞാൻ ടിന്റ് യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഇടയ്ക്കെല്ലാം കയറിയിരിക്കും, ബാക്കിയുള്ളിടത്തൊന്നും ആവില്ല. ഞാൻ പറഞ്ഞത് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പം അത് വരാതിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ ബ്ലീഡ് ചെയ്യത്തില്ല. അതാണ് കറക്റ്റ് വേർഡ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ്. ഇതിന് ഞാൻ കൊടുക്കുന്നത് 10 out of 10 ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് മെയ്ബ്ലിൻ്റെ വിനൈൽ ആ സംഭവം. ഇത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലോസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ് തരുന്നത്, പക്ഷെ കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇത് 10 out of 10 ആണ്. എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രോ പൊമേഡ് ആണ്, LA ഗേളിന്റെ ബ്രോ പൊമേഡ്. ഇത് നമുക്ക് ബിഗിനേഴ്സിന് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പൊമേഡ് ആണ്. അപ്പൊ ഇതിന് ഞാൻ കൊടുക്കുന്നത് 9.5 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. ഇതിപ്പോൾ ഞാൻ കുറേ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നല്ലൊരു ലിപ് ബാം ആണ്. ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്.
ഭയങ്കര മോയ്സ്ചറൈസിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും ക്രാക്ക് ലിപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ലാക്മേ 925ന്റെ ഒരു വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ആണ്, ലിപ്പ് ആൻഡ് ചീക്ക് കളർ. ഇതും എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 9.5 ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ മന്തിലല്ല, കഴിഞ്ഞ മന്തിൽ ജൂലൈയിലത്തെ ഫുൾ എംറ്റീസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ഡിഡ്, പ്ലീസ് ഗിവ് ഇറ്റ് എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ലവ് യു ഗൈസ്.